കരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. നിന്റെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന, നിന്റെ കണ്ണുകൾക്ക് വലിയ സന്തോഷവും തിളക്കവും നൽകുന്ന ജീവിക്കുന്ന കർത്താവിയൽ ധാരയിൽ കർത്താവെ എന്നോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ, എൻ്റെ കുടുംബത്തോട് നീ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാനിപ്പോൾ നിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന എല്ലാ നിയോഗങ്ങളുടെ മീതെയും കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ലോകമെമ്പാടും ഇരുന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവെ നിൻ്റെ കരുണ വർഷിക്കണമേ. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്കൊരുമിച്ച് ഒരു കുടുംബമായി ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒട്ടുകുത്തി നിന്നോ എഴുന്നേറ്റോ ഇരുന്നോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഒരുപക്ഷേ നമ്മുടെ ജീവിതം ഇന്ന് കടന്നു പോകുന്നത് നമ്മൾ ആഗ്രഹിച്ചതുപോലെയോ നമ്മൾ സ്വപ്നം കണ്ടതുപോലെയോ ഒന്നും ആകണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടാകാം, ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ഇതുപോലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ഇന്നലകളിൽ ഒത്തിരി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചതിനും നമ്മൾ പ്രതീക്ഷിച്ചതിനും നമ്മൾ സ്വപ്നം കണ്ടതിനൊക്കെ ഒരുപക്ഷെ വിപരീതമായിരിക്കാം നമ്മുടെ ജീവിതം ഇന്ന് വരെ കടന്നുപോയത്. ചിലപ്പോൾ പലതും നമ്മൾ പ്രാർത്ഥിച്ചതുപോലെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ പലരുടെയും ഒക്കെ ജീവിതത്തിൽ പലതും ഇന്നും ഒരു പ്രാർത്ഥനാ വിഷയമായി തന്നെ അവശേഷിക്കുന്നുണ്ടാകാം. അതൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുകയും നമ്മുടെ ആലോചനകളെ, നമ്മുടെ ചിന്തകളെ വല്ലാതെ ക്ലേശത്തിലേക്ക് വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവമാകാം ഒരുപക്ഷെ നമ്മുടേത്. എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും എന്ന പ്രതീക്ഷയോടെ ആയിരിക്കാം കഴിഞ്ഞ നാളുകളിലെല്ലാം ജീവിതം മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ മനസ്സ് പറയുന്നുണ്ടാകാം, ഒന്നും ശരിയാകാൻ പോകുന്നില്ല, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല, വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്നൊരുപക്ഷെ നിൻ്റെ മനസ്സ് ഇപ്പോൾ നിന്നോട് മന്ത്രിക്കുന്ന, പറയുന്ന ഒരു സാഹചര്യമാകാം നീ കടന്നു പോകുന്നത്. ഹബക്കൂക്ക് പ്രവാചകനിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഇങ്ങനെയാണ്. ഈ വചനം ഞാനും നിങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിടേണ്ട വചനമാണ്. നമ്മുടെ ജീവിതം വല്ലാതെ തകർന്നു പോകുന്ന അനുഭവങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ ഈ വചനം നമ്മൾ ഹൃദയത്തിൽ എഴുതിയിടേണ്ടതാണ്. ഹബക്കൂക്ക് പ്രവാചകൻ 3-ാം അധ്യായം 17-ാമത്തെ വചനം. ഹബക്കൂക്ക് 3:17 പ്രവാചകൻ പറയാണ്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കൂട്ടിച്ചേർക്കുകയാണ്, എൻ്റെ രക്ഷകനായ എൻ്റെ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. പ്രവാചകൻ പറയാണ്, അതായത് ഒത്തിരി സ്വപ്നം കണ്ട വിഷയങ്ങളിലൊക്കെ നേരെ വിപരീതമായ ഇഫക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കന്നുകാലികൾ ആലയിൽ അറ്റുപോയി, വയലുകളിൽ ധാന്യം വിളയുന്നില്ല, ഇപ്പോൾ ഒലിവ് മരത്തിൽ കായ്കളില്ലാതായി, മുന്തിരിയിൽ ഫലങ്ങളില്ല, എല്ലാ വരുമാന മാർഗങ്ങളും അടഞ്ഞു, മുന്നോട്ട് പോകാനുള്ള സകല സാധ്യതകളും അടഞ്ഞു നിൽക്കുന്ന അനുഭവത്തിൽ പ്രവാചകൻ പറഞ്ഞതാണ്,
ഇതെല്ലാം സംഭവിച്ചാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വചനം ഹൃദയത്തിൽ എഴുതിയിടേണ്ട വചനമാണെന്ന്. കാരണം നമ്മളും കടന്നു പോകുന്ന ചില അനുഭവങ്ങൾ ഒരുപക്ഷെ സമാനമായ അനുഭവങ്ങളാകാം. മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലെല്ലാം പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് നിൽക്കുന്ന അനുഭവമാകാം. സ്വപ്നങ്ങൾ തകർന്നു പോയത്, പ്രതീക്ഷകൾ അസ്തമിച്ചത്, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികളും അസ്വസ്ഥതകളും വേട്ടയാടുന്ന ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ പ്രവാചകനോടൊത്ത് കർത്താവേ പറയാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കേ. ഇതെല്ലാം സംഭവിച്ചാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കരങ്ങൾ രണ്ട് തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നീട്ടിപ്പിടിക്കാം. നിങ്ങളുടെ വേദനകളെ ഈശോയിലേക്ക് നീട്ട്. ഹൃദയം തുറന്ന് കർത്താവിന് കൊടുക്കുക. തമ്പുരാനെ, എന്നെ പൂർണ്ണമായി അറിയുന്നവൻ നീയാണല്ലോ. നിനക്ക് മാത്രമല്ല എന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ വേദനകൾ എന്തെന്ന് നിനക്കറിയാം, സങ്കടങ്ങൾ എന്തെന്നറിയാമല്ലോ. ഈശോയെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. അടച്ചിട്ട മുറികൾക്കുള്ളിൽ ഒറ്റപ്പെട്ടും വേദനിച്ചും കഴിയുന്ന മക്കൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടാകാം. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ല എന്നുള്ള ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ടാകാം. എന്തിനിങ്ങനെ ജീവിച്ചിരിക്കണം എന്നുപോലും മനസ്സുകൊണ്ട് പലവട്ടം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. പഠനം, ഭാവി, ജോലി സാധ്യതകളെല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥകൾ, എന്ത് ചെയ്താലും തടസ്സം മാത്രം നേരിടുന്ന ചില അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടാകാം. കർത്താവേ, നിന്റെ വലതുകരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ. ഇവർ കടന്നു പോകുന്ന ഈ വിഷയത്തിൻ്റെ മേൽ കർത്താവേ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് കരങ്ങൾ നീട്ടി കർത്താവിൽ നിന്നും കരുണ ഒഴുകി ഇറങ്ങുന്ന സമയമാണ് ഈ മണിക്കൂർ എന്ന് മനസ്സിലാക്കി, ഇത് കൃപയുടെ സമയമാണ്, ഇത് കരുണയുടെ മണിക്കൂറാണ്. ദൈവം തൻ്റെ കരുണ തൻ്റെ പുത്രനിലൂടെ ലോകത്തിൻ്റെ മേൽ വെളിപ്പെടുത്തപ്പെട്ട കരുണയുടെ മണിക്കൂറാണിത്. മോളെ, നിന്റെ വേദന കർത്താവ് കാണാതിരിക്കില്ല. മോനെ, നിന്റെ സങ്കടം ഈ കർത്താവ് കാണാതിരിക്കില്ല. ആ വിശ്വാസത്തോടെ കർത്താവിലേക്ക് ജീവിതത്തിൻ്റെ ഭാരങ്ങളും വേദനകളും സങ്കടങ്ങളും ഇറക്കി വെച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, കരുണ കാണിക്കണമേ. ഈ മക്കളോട് കരുണ കാണിക്കണമേ. ഈ കുടുംബങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ. രോഗികളായിരിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ. ഇവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് കർത്താവേ നിന്റെ കാരുണ്യത്തിന്റെ കരം ഇപ്പോൾ നീട്ടണമേ. ഈ നിമിഷം തന്നെ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ആത്മാവിലായിരം മുറിവുണക്കീടും ആത്മീയ നിമിഷമി ആരാധന. കരങ്ങൾ കൂപ്പി ആത്മശരീര വിശുദ്ധി നൽകും അനവധ്യ നിമിഷമി ആരാധന, 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 ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ നാഥനേ ആരാധന, 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 കർത്താവേ, ആരാധന, 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 ആരാധന.
മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. ഈശോ നമ്മെ ആശീർവദിക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വലിയ കരുണ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും കടന്നു വരാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും